അപ്പം അങ്ങനെ ഞങ്ങൾ തലേ ദിവസം തന്നെ നമ്മുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഉണ്ണീസിൻ്റെ അനുമോളുടെയൊക്കെ നല്ല അടിപൊളി ഡാൻസ് ഉണ്ട് കേട്ടോ. അവർ വീടാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ ചെന്നപ്പോഴേക്കും അവൾ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഇരിക്കുന്ന വെള്ളം പാത്രം പിടിച്ചിരിക്കുന്ന കേട്ടോ നമ്മുടെ അനിയത്തിയുടെ മകൾ. അപ്പം അങ്ങനെ അച്ഛൻ്റെ കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ പാടി അച്ഛൻ ഒരു 3-4 പാട്ടൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിച്ച് വന്നിട്ടാണ് ഇടവിട്ടാണ് അച്ഛൻ പാടുന്നത്. പിന്നെ അച്ഛൻ്റെ പാട്ട് മാത്രമല്ല ചെറിയ ചെറിയ കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് വന്നപ്പോഴേക്കും ഒരു ചെറിയ കുട്ടികളുടെ ഡാൻസ് കളിക്കുന്നുണ്ട്. കുഞ്ഞു മക്കളെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേത്തെ ദിവസം ഞങ്ങൾ അടിപൊളിയായിട്ട് ഒരുങ്ങി കല്യാണത്തിൻ്റെ രാവിലെ ഉണ്ട് കേട്ടത്. ഈ ഒരു കമ്മലിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഇത് നാത്തൂൻ്റെ മകൻ്റെ കല്യാണത്തിന് ഞങ്ങൾ എടുത്ത സാരി തന്നെയാണ് കേട്ടോ. അടുത്ത കല്യാണം അങ്ങനെ മേമയുടെ കുട്ടിയുടെ കല്യാണമല്ലേ എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ മാറ്റി വെച്ചു. ഉണ്ണീസിൻ്റെ തലമുടി ചേച്ചി കെട്ടിക്കൊടുത്താലേ അവൾക്ക് വൃത്തി തോന്നുള്ളൂ കേട്ടോ. ഇതുപോലെ മുടഞ്ഞിട്ട് കൊടുക്കണം എന്നാൽ തന്നെയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്ക് ഏട്ടനോട് മുല്ലപ്പൂ വരാൻ പറഞ്ഞിട്ട് മുല്ലപ്പൂ കൊടുന്നു കേട്ടോ. ഞാൻ അങ്ങനെ മുല്ലപ്പൂ വെക്കാറൊന്നുമില്ല കേട്ടോ. പക്ഷേ എനിക്ക് കല്യാണങ്ങൾ വരുമ്പോൾ എനിക്കിങ്ങനെ മുടിയുടെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് അങ്ങനെ മുല്ലപ്പൂ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും അനിയത്തിയുടെ ഭർത്താവിൻ്റെ കാറ് വന്നു. അങ്ങനെ ഞങ്ങൾ അവൻ്റെ വണ്ടിയിൽ കയറി ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവളുടെ ഫോട്ടോസ് കുറച്ച് ഞാൻ എടുത്തു കേട്ടോ. ഇതാണ് നമ്മുടെ അനിയത്തിയുടെ കുട്ടി കേട്ടോ. അവൾ ഒരുങ്ങിയിട്ട് നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. പെരുന്തൽമണ്ണ കേട്ടോ ഒരുങ്ങിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവൾ 2 മണി 2:30 പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ താരം പിടിക്കലും വരുന്ന വിളക്ക് പിടിച്ച് വരുന്നതാണ് കേട്ടോ നമ്മുടെ അനിയത്തി. അപ്പം അച്ഛനാണ് ആ മുന്നിൽ വരുന്നത്. എല്ലാ കാര്യത്തിനും അച്ഛൻ മുൻപന്തിയിൽ തന്നെ കേട്ടോ. പിന്നെ ആ ഒരു ഓറഞ്ച് എൻ്റെ വല്യമ്മയാണ് കേട്ടോ. അച്ഛൻ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല മുന്നിൽ നിൽക്കും കേട്ടോ. അതിനൊന്നും അച്ഛനൊരു മടിയില്ല. എല്ലാ കാര്യങ്ങൾക്കും അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്നത് അച്ഛൻ തന്നെയാണ് കേട്ടോ. മുന്നിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അച്ഛനൊന്നും ഒരു മാറി നിന്ന് നിൽക്കുന്ന പരിപാടിയില്ല. എല്ലാ കാര്യങ്ങൾക്കും അച്ഛൻ മുൻപന്തിയിൽ തന്നെ എല്ലാത്തിനും നിൽക്കും കേട്ടോ. അപ്പം അങ്ങനെ അവൾ നമ്മൾ താലികെട്ടിൻ്റെ സമയമൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ.
അപ്പോൾ ഉണ്ണീസിന് നല്ല ഇഷ്ടമായിട്ട് തന്നെ അലങ്കരിച്ച ഭാഗം കണ്ടിട്ട് അവൾ ഭയങ്കര ഇഷ്ടമായിട്ട് കുറേ വീഡിയോസും അതുപോലെ ഫോട്ടോസൊക്കെ അവളുടെ എടുത്തു കേട്ടോ. അപ്പം അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ പെണ്ണിറങ്ങാനായി തുടങ്ങിയെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ കുറച്ച് ഭാഗങ്ങളൊക്കെ വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിലത്തെ ഒരു കല്യാണം ആകുമ്പോൾ നമുക്ക് കൂടുതലൊന്നും എടുക്കാൻ പറ്റില്ല. വേറൊരു കല്യാണത്തിന് പോകുമ്പോൾ നമുക്ക് എടുക്കണ പോലെ അല്ലല്ലോ, ഒഴിഞ്ഞ് മാറി. അങ്ങനെ ഉണ്ണീസിൻ്റെയും കണ്ണൻ്റെയും കുറച്ച് പിക്ചറൊക്കെ എടുത്തു കേട്ടോ. അവർക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ എന്നോട് കാണുമ്പോൾ വല്ലാണ്ട് സന്തോഷമാണ്. ചേച്ചി അനിയത്തി അനിയൻ എന്നുള്ള ആ വലിയ ലെവലൊന്നുമില്ല കേട്ടോ. അപ്പോഴേക്ക് പെണ്ണിറങ്ങാനായി കേട്ടോ. അപ്പോൾ അമ്മ നല്ല കരച്ചിലായിരുന്നു. അനിയത്തിക്കുട്ടിയാണെങ്കിൽ നെഞ്ഞ് പൊട്ടി കരയട്ടോ. ഭയങ്കര സങ്കടമാണ്. വേർപിരിയാത്തൊരു എന്താ പറയുക, ഭയങ്കര വിഷമമായിട്ട് അവർ രണ്ടാളും ഒരു മാറി നിൽക്കണ ഒരു ഇതില്ല അവർക്ക്. പിന്നെ ഏട്ടനാണ് കേട്ടുള്ളത്, രണ്ടനിയത്തിയാളും ഒരേട്ടനുമാണ്. അപ്പം അങ്ങനെ പോണ സമയത്തുള്ള ആ ഒരു അനിയത്തീനെ പിടിച്ചുള്ള ഒരു ഭയങ്കര സങ്കടം കേട്ടോ അത് കാണുമ്പോൾ. കരഞ്ഞു ലാസ്റ്റ്. പിന്നെ ഞങ്ങളങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് വിരുന്നിന് ഞങ്ങൾ കൂടിയില്ല. ഞങ്ങൾ രാവിലെ തന്നെ വേഗം പോകുന്നു കേട്ടോ പിറ്റത്തെ ദിവസം. അങ്ങനെ നമ്മുടെ വല്ലപ്പുഴയ്ക്ക് എത്തി. ഇത് വല്ലപ്പുഴ ഗേറ്റിൻ്റെ ഭാഗമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വിരുന്നിനൊക്കെ ക്ഷണിച്ചത് തന്നെയാണ്. ഞങ്ങൾക്ക് കൂടാൻ പറ്റിയില്ല, ഏട്ടനൊരു കല്യാണം ഉണ്ടാവുക കാരണം. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ പിറ്റത്തെ ദിവസം ഞായറാഴ്ച രാവിലെയാണ് പോകുന്നു കേട്ടോ. അപ്പം നമ്മളെ വല്ലപ്പുഴ സ്റ്റേഷൻ എന്ന് പറയാൻ പറ്റില്ല, റെയിൽവേ ഗേറ്റാണ് കേട്ടത്. അപ്പം അങ്ങനെ ഞങ്ങൾ മീനൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.